എക്സ്ക്യൂസ് മീ, യു ആർ 110. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? കുറച്ച് നാൾക്ക് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോൾ ലെന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും. ചിലർ പറയും ലെന കിളി പോയി എന്നാ തോന്നണേന്ന് പറയും. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ചിലർക്ക് അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം. ഇത്തരത്തിലുള്ള കമന്റ്സ് തീർച്ചയായിട്ടും ലെനയും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. സോഷ്യൽ മീഡിയ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂഷ്വലി പോസ്റ്റ് ചെയ്യുന്നത്? അത് ഉത്തരം പറ. അത് സയന്റിസ്റ്റ്, ഓത്തേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഫേമസ് ആർട്ടിസ്റ്റ്, പ്രൊഫസേഴ്സ് അവരൊക്കെയാണോ? അല്ലടാ, ഞാൻ ആ കൊച്ചിന്റെ സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത്. പിന്നെന്താ പ്രശ്നം? ഞാനത് ചോദിക്കരുതായിരുന്നു. പ്രശാന്ത് നായർ എന്ന ഫൈറ്റർ പൈലറ്റ് ആസ്ട്രോനോട്ട് ബുക്ക് വാങ്ങി വായിക്കുകയും ഇൻ്റർവ്യൂസ് കാരണം എന്നെ കോൺടാക്ട് ചെയ്യും. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആവാൻ കാരണം ഇതൊക്കെയാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മളെപ്പോഴും നോക്കേണ്ടത് വേർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കമൻറ്റും വായിക്കാനിരുന്നാൽ എൻ്റെ നിലവാരം എന്താവും? അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ചിലർ പറയും നമ്മൾ മറ്റുള്ളവരുടെയും കാണണം, മറ്റുള്ളവരുടെയും ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് അതൊക്കെ അറിയാനായിട്ട് യു ഷുഡ് നോ, അല്ലെങ്കിൽ നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന. അഗെയിൻ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു ഈ പേഴ്സൺ. പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്ന ലൈഫിൽ? അതല്ല ഉദ്ദേശം. ഈ അഡ്വൈസ് തന്ന ആൾക്കാർ ആക്ച്വലി ലൈഫിൽ എന്താ ചെയ്യുന്നത്? മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. സോ പലരും ഹൗസ് വൈഫ്സ് ആയിരിക്കാം, പലരും ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ആയിരിക്കാം. സോ ദേ ഹാവ് ടു ബി അപ് ടു ഡേറ്റ് വിത്ത് ഫാഷൻ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. എൻ്റെ ജോലി ഫാഷൻ അല്ല, എൻ്റെ ജോലി ആ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ചെയ്യുന്നവരായിട്ട് കൊളാബ് ചോദിക്കുന്നതാണ്. വല്ല കാര്യമുണ്ടോ അതിന്റെ ഒക്കെ വായിച്ചൊന്ന് കേറാൻ? അതെ, ട്രൂ. എനിക്കിതാണ് ശരി. സോ ഞാൻ ഈ റൂട്ടിൽ കൂടിയാണ് പോണത്. സോ നിങ്ങളും ഇതേ റൂട്ടിൽ കൂടെ തന്നെ വരൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരും അതേ മേഖലയിലല്ലല്ലോ. അതെ, വെൽ സെഡ്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.